യെശയ്യാ 29:13-24 വരെയുള്ള വാക്യങ്ങൾ. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരത്ത് അകറ്റി വച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപാഠമാക്കിയ മനുഷ്യ കൽപ്പനയത്രേ. ഇത് കാരണത്താൽ ഞാൻ ഈ ജനത്തിൻ്റെ ഇടയിൽ ഇനിയും ഒരു അത്ഭുത പ്രവൃത്തി, അത്ഭുതവും ആശ്ചര്യവും ആയൊരു പ്രവൃത്തി തന്നെ ചെയ്യും. അവരുടെ ജ്ഞാനികളുടെ ജ്ഞാനം നശിക്കും, അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞു പോകുമെന്ന് കർത്താവ് അരുളിച്ചെയ്തു. തങ്ങളുടെ ആലോചനയെ യഹോവയ്ക്ക് അഗാധമായി മറച്ചു വെക്കുവാൻ നോക്കുകയും തങ്ങളുടെ പ്രവൃത്തികളെ അന്ധകാരത്തിൽ ചെയ്യുകയും ഞങ്ങളെ ആര് കാണുന്നു, ഞങ്ങളെ ആരറിയുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അയ്യോ, ഇതെന്തൊരു മുറിവ്! കുശവനും കളിമണ്ണും ഒരുപോലെ എന്ന് വിചാരിക്കാമോ? ഉണ്ടായതുണ്ടാക്കിയവനെക്കുറിച്ച് അവൻ എന്നെ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉരുവാക്കിയവനെക്കുറിച്ച് അവന് ബുദ്ധിയില്ല എന്നും പറയുമോ? ഇനി അല്പകാലം കൊണ്ട് ലെബനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യുകയില്ലയോ? അന്നാളിൽ ചെകിടന്മാർ പുസ്തകത്തിലെ വചനങ്ങളെ കേൾക്കുകയും കുരുടന്മാരുടെ കണ്ണുകൾ ഇരുളും അന്ധകാരവും നീങ്ങിക്കാണുകയും സൗമ്യതയുള്ളവർക്ക് യഹോവയിൽ സന്തോഷം വർദ്ധിക്കുകയും മനുഷ്യരിൽ സാധുക്കളായവർ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ ആനന്ദിക്കുകയും ചെയ്യും. നിഷ്കണ്ടകൻ നാസ്തിയായും പരിഹാസി ഇല്ലാതെയായും ഇരിക്കുന്നുവല്ലോ. മനുഷ്യരെ വ്യവഹാരത്തിൽ കുറ്റക്കാരാക്കുകയും പട്ടണവാതിൽക്കൽ ന്യായം വിസ്തരിക്കുന്നവന് കെണിവെക്കുകയും നീതിമാനെ നിസ്സാര കാര്യം കൊണ്ട് ബഹിഷ്കരിക്കുകയും ചെയ്യുന്നവരായി നീതികേടിന് ജാഗ്രതയുള്ള ഏവരും ഛേദിക്കപ്പെട്ടുമിരിക്കുന്നു. ആകയാൽ അബ്രഹാമിനെ വീണ്ടെടുത്ത യഹോവ യാക്കോബ് ഗൃഹത്തെക്കുറിച്ച് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: യാക്കോബിനി ലജ്ജിച്ചു പോവുകയില്ല, അവൻ്റെ മുഖമിനിയും വിളറിപ്പോവുകയുമില്ല. എന്നാൽ അവൻ്റെ മക്കൾ തന്നെ തങ്ങളുടെ മധ്യേ എൻ്റെ കൈകളുടെ പ്രവൃത്തി കാണുമ്പോൾ അവർ എൻ്റെ നാമത്തെ വിശദീകരിക്കും. അതേ, അവർ യാക്കോബിൻ്റെ പരിശുദ്ധനെ വിശദീകരിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യും. മനോഹരമുള്ളവർ ജ്ഞാനം ഗ്രഹിക്കുകയും പിറുപിറുക്കുന്നവർ ഉപദേശം പഠിക്കുകയും ചെയ്യും.